ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? ഉച്ചയ്ക്ക് ചോറൊക്കെ ആയോ? ചോറും കറികളൊക്കെ ആയോ? ഞാൻ ഓർത്തു ഇന്ന് എൻ്റെ കൂട്ടുകാരെ ഒരു സൂത്രം കാണിച്ചു തരാമെന്ന്. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമുക്ക് ഒന്നിച്ച് പോയാലോ? ഒരു രസം വെച്ചാലോ? പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രസം. അപ്പോൾ എൻ്റെ കൂട്ടുകാരെയും കാണിച്ചു തന്നാൽ നമുക്ക് ഒന്നിച്ച് പോയി വെക്കാമെന്ന് ഓർത്തുകൊണ്ട് ഞാൻ വന്ന. അപ്പോൾ എൻ്റെ അടുത്തുള്ള സാധനമൊക്കെ വെച്ചിട്ട് ഞാൻ ഒരു ചെറിയൊരു രസം ഉണ്ടാക്കുന്നത് കേട്ടോ. കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ എൻ്റെ കൂടെ വരുമല്ലേ? നമുക്ക് പോയി വെക്കാം. ബാ, നമുക്ക് ഒന്നിച്ച് പോയി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ തക്കാളി ഇടുക കേട്ടോ. 2 തക്കാളി വേണം. എൻ്റെ അടുത്ത് 1 തക്കാളി ഉള്ളൂ, അതിട്ടു ഞാൻ. പിന്നെ സബോള, ഇഞ്ചി ഇടുവാണേ, വെളുത്തുള്ളി, പിന്നെ പച്ചമുളക്, എരിവ് നിങ്ങളുടെ ആവശ്യത്തിന് കേട്ടോ. പിന്നെ കുരുമുളക്, കുറച്ച് ഉലുവ, ഓവറിടല്ലേ, കഴിക്കരുത്. കുറച്ച് ഉലുവ, കുറച്ച് ജീരകം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇച്ചിരി എരിവുള്ളതും കൂടി ഇട്ടോ കേട്ടോ. മുളക് പൊടി ലേശം ഇത്ര മതി കേട്ടോ. ഒരു നുള്ള് മല്ലിപ്പൊടി, കുറച്ച് കായപ്പൊടി, മെയിൻ താരമാണ് കായപ്പൊടി, കുറച്ച് കരിവേപ്പില. ഇതെല്ലാം കൂടെ നന്നായിട്ട് അരച്ചുകൊണ്ട് വരട്ടെ, എന്നിട്ട് ബാക്കി കാണിച്ചു തരാം. അങ്ങനെ നമ്മുടെ രസത്തിന് വേണ്ടി ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചു. എണ്ണ ഒഴിക്കാം നമുക്ക്. എണ്ണ ഒഴിക്കാം, കടുകിടാം, രണ്ട് വത്തലമുളക് ഇടാം, മറിച്ചിട്ടിടാം, കുറച്ച് കരിവേപ്പില. ജീരകമൊക്കെ അതിൽ ഇട്ടതുകൊണ്ട് നമുക്ക് ഇടുന്നുണ്ടല്ലോ. അതായി വരുമ്പോൾ നമുക്ക് ഇതൊഴിക്കാം, നമ്മുടെ അരച്ച് വെച്ചിരുന്നു. ഞാൻ പറയാൻ മറന്നു കേട്ടോ, അതിൻ്റെ അകത്തേക്ക് ഞാൻ ഇച്ചിരി ഉപ്പും കൂടി ഇട്ടായിരുന്നേ. ഉപ്പും കൂടി ഇട്ടാണ് അരച്ചത്. നമുക്ക് കുറച്ച് പേരുള്ളതാണ്, കുറച്ച് മതി രസം. ഇനി നമുക്ക് പുളിവെള്ളം ഒഴിക്കണം. പുളിവെള്ളം ഞാൻ ഈ അരച്ച് വെച്ച ജാറിലേക്ക് ഒഴിക്കുവാണേ. അരിച്ച് മസാലയുണ്ട്, അത് കാണുന്നു. നമുക്കിഷ്ടം മാതിരിയുണ്ട്. ഇതൊന്ന് നന്നായിട്ട് തിളക്കട്ടെ. അങ്ങനെ നമ്മുടെ രസമൊക്കെ തിളച്ച് നോക്കട്ടെ, ഉപ്പുണ്ടോ നോക്കട്ടെ. ഉപ്പ് ഉണ്ട്, ഒരു ലേശം കൂടി ഇട്ടേക്കും. പുളിയാണ് മുന്നോട്ട്, ഒരു ലേശം കൂടെ ഉപ്പിട്ടേക്കാം. ഇനി കുറച്ച് മല്ലിയില. ഇതിൻ്റെ മെയിൻ താരം മല്ലിയിലയാണല്ലോ. തീ ഓഫാക്കാം. അങ്ങനെ നമ്മുടെ രസം കണ്ടോ, അടിപൊളിയായിട്ട് രസമാക്കിയത് വേണ്ട. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി. ഇങ്ങനെ കയ്യിലൊഴിച്ചുകൂടി. ചൂട് നല്ല അടിപൊളിയാട്ടോ. കായത്തിൻ്റെയും കായത്തിൻ്റെയും
മല്ലിച്ചപ്പിൻ്റെയും മസാലേൻ്റെയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല രസമാണ്. പെട്ടെന്നുണ്ടാക്കാം. നമുക്ക് ചോറ് വിളമ്പി വെച്ചിട്ട് വേഗം ഒന്ന് അടിച്ച് വേഗമാക്കാം. ആ ഒരു കുഞ്ഞി തക്കാളി മതി, ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇതൊക്കെ ഇട്ട് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്ത് ചീഞ്ചട്ടി ഇട്ട് നമുക്ക് വേഗം ആക്കാമല്ലോ. പെട്ടെന്നുണ്ടാക്കി എടുക്കാം. നമുക്കൊന്ന് രസം കൂട്ടണം എന്ന് തോന്നുവാണെങ്കിൽ പെട്ടെന്നാക്കാം. അപ്പം എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറൊക്കെ ചെയ്യണം കേട്ടോ. അപ്പം മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം. എൻ്റെ കൂട്ടുകാർ ഇതേപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായങ്ങൾ പറയണേ. അപ്പം ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഇടണം കേട്ടോ. അപ്പം മറ്റൊരു വീഡിയോ വീണ്ടും വരാം. ബായ്.